നമസ്തേ, എല്ലാ പ്രിയ പ്രേക്ഷകർക്കും പൈതൃക വിജ്ഞാനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ശിവന്റെ ഭൂതഗണങ്ങളിൽ പ്രധാനിയായ നന്ദികേശന്റെ കഥയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നന്ദി, നന്ദിപാർശ്വൻ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. കശ്യപ മഹർഷിക്ക് കാമധേനുവിലുണ്ടായ പുത്രനാണ് നന്ദിയെന്ന് വായുപുരാണത്തിൽ പറയുന്നു. ശിവന്റെ വാഹനമായ കാള എന്ന നിലയിൽ സുരഭിപുത്രനായ നന്ദികേശനും ആരാധ്യനാണ്. നന്ദി ശിശുവായിരിക്കുമ്പോൾ അജ്ഞാതമായ കാരണത്താൽ മാതാപിതാക്കളാൽ പരിത്യക്തനായി ഈ ദിവ്യ ശിശു ശിലാദൻ എന്ന മഹർഷിയുടെ പുത്രനായതെങ്ങനെയെന്ന് ശിവപുരാണത്തിൽ വിവരിക്കുന്നത് ഇപ്രകാരമാണ്. ശാലങ്കായന്റെ പുത്രനായ ശിലാദൻ ലൗകിക ജീവിതം നയിച്ചിരുന്ന ഒരു ശിവഭക്തനായിരുന്നു. സന്താന സൗഭാഗ്യമില്ലാതെ ദുഃഖിതനായ അദ്ദേഹം ശിവനെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ചു. പ്രത്യക്ഷനായ പരമശിവൻ പുത്രലബ്ധിക്കുള്ള അനുഗ്രഹം നൽകി. കാലം കുറെ കഴിഞ്ഞ് ഒരു യാഗം ചെയ്യാനായി നിലമുഴുതപ്പോൾ ഒരു അത്ഭുത ശിശു ദൃശ്യനായി. 4 കൈകളുള്ള, ശിരസിൽ ജടാമകുടങ്ങളുള്ള ശിശു. ശിലാദൻ ആ കുഞ്ഞിനെ വളർത്തി. ക്രമേണ കുട്ടിക്ക് മനുഷ്യരൂപം ലഭിച്ചു. ആയിടെ മിത്രാവരുണന്മാർ ആ വഴി വന്നു. ബാലൻ അവരോട് അനുഗ്രഹം അഭ്യർത്ഥിച്ചു. നിനക്കെന്തിന് അനുഗ്രഹം? നിന്റെ ആയുസ് അവസാനിക്കാറായല്ലോ എന്ന അവരുടെ പ്രവചനം കേട്ട ദുഃഖിതനായ ബാലൻ പണ്ട് അച്ഛൻ ചെയ്തതുപോലെ ശിവനെ ഉപാസിച്ച് പ്രത്യക്ഷനാക്കി. ദീർഘായുസ് നൽകണം എന്ന് അഭ്യർത്ഥിച്ചു. ദീർഘായുസ് മാത്രമല്ല, കൈലാസത്തിൽ വന്ന് പുത്രനെ പോലെ ഞങ്ങളോടൊപ്പം ജീവിക്കുകയും ചെയ്തുകൊള്ളൂ എന്ന് പരമശിവൻ അനുഗ്രഹിച്ചു. സന്തുഷ്ടനായ നന്ദികേശൻ അച്ഛന്റെ അനുവാദത്തോടെ കൈലാസത്തിലെത്തി. ശിവസേവയിൽ മുഴുകി കാലം കഴിച്ചു. നന്ദികേശ്വരൻ ശിവസേവകനായതിന് പിന്നിൽ മറ്റൊരു കഥ കൂടിയുണ്ട്. നന്ദിക്ക് 2 ഗുരുനാഥന്മാരുണ്ടായിരുന്നു, ദധീജി മഹർഷിയും ദക്ഷ പ്രജാപതിയും. ദക്ഷ ശിഷ്യനായ നന്ദി ഗുരു തന്റെ ആരാധനാമൂർത്തിയായ ശ്രീ പരമേശ്വരനെ മ്ലേച്ഛമായ രീതിയിൽ ആക്ഷേപിക്കുന്നത് കേട്ട് സഹികെട്ടു. ഒരു നാൾ നന്ദി ദക്ഷനെ വിട്ട് കൈലാസത്തിലെത്തി. ശിവനെ അഭയം പ്രാപിച്ചു. കൈലാസത്തിൽ ഭൂതഗണങ്ങളുടെ നായകനായ ദ്വാരപാലകനായി അംഗീകരിക്കപ്പെട്ട ആ ഭക്തൻ അതോടെ ശിവജീവിതത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമായി തീർന്നു. നന്ദിയുടെ അനേകം അത്ഭുത ചരിത്രങ്ങൾ ശിവപുരാണത്തിൽ വർണ്ണിക്കുന്നുണ്ട്. ഒരിക്കൽ സുരഭിയുടെ സന്താനങ്ങളായ ധേനുക്കൾ തങ്ങളുടെ സഹോദരനായ നന്ദിയെ ഒന്ന് പരീക്ഷിക്കാൻ തുനിഞ്ഞു. അവ തങ്ങളുടെ ക്ഷീരസമൃദ്ധമായ അകിടുകളിൽ നിന്നും നിരന്തരം പാൽ ചുരത്തി കൈലാസഗിരിയെ ഒരു ദുഗ്ധവാരിധിയാക്കി മാറ്റി. രുദ്രൻ തൃക്കണ്ണ് തുറന്നു അവയെ ഒന്ന് നോക്കിയപ്പോൾ ആ വെള്ള പശുക്കളെല്ലാം വിചിത്ര വർണ്ണങ്ങളായി. തങ്ങളുടെ നിറം വീണ്ടും വെണ്മയുള്ളതാക്കാൻ അവർ വെണ്ണിലാവിന്റെ ഉടമയായ പൂർണ്ണചന്ദ്രനെ ചെന്ന് കണ്ടു. ശിവനെ ഇത് കൂടുതൽ ക്രുദ്ധനാക്കി. അപ്പോൾ കശ്യപ പ്രജാപതി ഇടപെട്ട് പശുക്കളെ നിലക്കി നിർത്തി. തന്റെ പ്രിയപുത്രനായ നന്ദികേശ്വരനെ വാഹനമായി സ്വീകരിച്ച് പ്രപഞ്ചം മുഴുവൻ സഞ്ചരിച്ച ഭക്തന്മാരെ രക്ഷിക്കുകയും ദുഷ്ടന്മാരെ ശിക്ഷിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു. ശിവൻ അത് അംഗീകരിച്ചു. അങ്ങനെ ആവശ്യം വരുമ്പോൾ ഋഷഭരൂപത്തിൽ ശിവവാഹനമാകാനും നന്ദികേശ്വരന് ഭാഗ്യം ലഭിച്ചു. മരുതുപുത്രിയായ സുയശയാണ് നന്ദിയുടെ ധർമ്മപത്നി എന്ന് ശിവപുരാണം പാതാളഖണ്ഡം 7-ാം അധ്യായത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. നന്ദികേശ്വരൻ ജ്ഞാനിയും തപസ്വിയുമായിരുന്നു. മാർക്കണ്ഡേയ മുനിക്ക് സ്കന്ദപുരാണം പറഞ്ഞു കൊടുത്തത് നന്ദിയുടെ പാണ്ഡിത്വത്തിന്റെ മികവിന് തെളിവാണ്. ശിവനെ മാനിക്കാതെ കൈലാസത്തിനു മീതെ പുഷ്പക വിമാനത്തിൽ കടന്നുപോയ രാവണന്റെ ധിക്കാരം സഹിക്കാതെ വാനരവേഷത്തിൽ വിമാനയാത്രയ്ക്ക് തടസ്സം സൃഷ്ടിച്ച നന്ദിയെ രാവണൻ ശപിക്കാനൊരുങ്ങിയപ്പോൾ നീ വാനരവംശത്താൽ നശിച്ചു പോകട്ടെ എന്ന നന്ദി രാവണനെ ശപിച്ച് അസ്തവീര്യനാക്കിയതായി കഥയുണ്ട്. ശിവക്ഷേത്രങ്ങളിൽ ശിവനോടൊപ്പം നന്ദികേശ്വരനും പൂജിക്കപ്പെടുന്നു. മറ്റൊരു വിജ്ഞാനവുമായി അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയോടെ നമസ്കാരം.